ഈ പെണ്ണ് ഇവിടെ എങ്ങനെ ജോലി ചെയ്യുന്നുണ്ടോ? ഇയാളെന്തിനാ വിജയെ പറ്റി അന്വേഷിക്കുന്നേ? എന്തായിരിക്കും കാരണം? എന്താ പറ്റിയേ? നിങ്ങളോടാ ചോദിച്ചേ ഈ പെണ്ണ് ഈ കടയിൽ ജോലി ചെയ്യുന്നുണ്ടോന്ന്. സർ, തെറ്റിദ്ധരിക്കില്ലെങ്കിൽ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? അല്ല, എന്ത് കാര്യത്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നതെന്ന് പറയാമോ? വിജയലക്ഷ്മിയെ കണ്ടുപിടിച്ച് നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫോട്ടോ കാണിച്ച് അന്വേഷിക്കുന്നതെന്നൊന്നും ഇവരോട് പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ. അഥവാ വിജയലക്ഷ്മി ഈ കടയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് കേട്ട് പേടിച്ച് ഇവർ പറയണമെന്നുമില്ല. വേറെ എന്തെങ്കിലും വളഞ്ഞ വഴിക്ക് അറിയാമെന്നോ? അല്ല, വേറെ ഒന്നുമല്ല മാഡം. ഈ പെണ്ണ് എൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും ജോലി ഉണ്ടെന്ന് തിരക്കി വന്നായിരുന്നു. അവൾ ഫോട്ടോ ഒക്കെ തന്നു, പക്ഷെ നമ്പർ തരാതെ പോയത്. അവൾക്കിപ്പോ ആ ജോലിയാണെങ്കിൽ കൺഫേം ആയി. മാസം 1.5 ലക്ഷം രൂപ ശമ്പളം. എനിക്ക് അറിയാവുന്ന സർക്കിളൊക്കെ ഞാൻ തിരക്കിയപ്പോ അവളുടെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് അവൾ ഏതോ തുണിക്കടയിൽ ജോലി ചെയ്യുന്നു അറിഞ്ഞു. അതുകൊണ്ട് അവളെങ്ങാൻ ഈ കടയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വിജി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാ മതി. എന്താ മാഡം, ആളുകൂടി ഉണ്ടല്ലോ, ഉണ്ടെന്ന് പറയണം. അവളിവിടെ ഉണ്ടെന്ന് പറയാനേ പാടില്ല. 1.5 ലക്ഷം രൂപ ശമ്പളം, വലിയ കമ്പനിയിൽ ജോലി, ഇതൊക്കെ അവൾക്ക് കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? എന്തു പറ്റി മാഡം? നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നല്ലാതെ ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊന്നുമില്ല സർ. ഇതുപോലൊരു പെണ്ണിനെ ഞങ്ങള് ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലെന്ന് പറയായിരുന്നു. ഇവനോട് ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കായിരുന്നു ഞാൻ. ആ വിജി ഈ കട വിട്ട് പോകേണ്ടത് എന്റെ ആവശ്യമാണ്. പക്ഷെ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങി അവള് വേറൊരു കമ്പനിയിൽ പോയി ചേരാൻ പാടില്ല. അതുകൊണ്ട് അവൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മിണ്ടാതിരിക്കുന്നതാ നല്ലത്. സർ, ഈ പെൺകുട്ടി ഇവിടെ ജോലി ചെയ്യുന്നില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി ഈ ഫോട്ടോ കാണിച്ച് അവിടെ ജോലി ചെയ്യുന്നുണ്ടോന്ന് അന്വേഷിക്കും. അപ്പൊ ശരിക്കും അവളോട് ജോലി ചെയ്യുന്നില്ല? അതല്ലേ ഞങ്ങൾ പറഞ്ഞേ. ഒരു പെൺകുട്ടിക്ക് 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുമെങ്കിൽ ഈ കടയിൽ ജോലിക്ക് നിർത്താതെ ഉറപ്പായിട്ടും ഞങ്ങൾ അവളെ സാറിന്റെ കൂടെ പറഞ്ഞയക്കില്ലേ? അങ്ങനെ ആരും ഇവിടെ ജോലി ചെയ്യുന്നില്ല. സാറ് പൊയ്ക്കോളൂ. ശരി, ഞാൻ പോട്ടെ. വരണടാ, പോ. ലക്ഷം രൂപയോ? എന്റെ ദൈവമേ, അതെങ്ങനെ അവൾക്ക് കിട്ടിയാലുണ്ടല്ലോ. എടി വിജി, നിന്നെ അങ്ങനെ സുഖിക്കാൻ ഞാൻ സമ്മതിക്കോ? എന്താ നിന്നെ ഞങ്ങള് രണ്ടുപേരും ഇത്രയൊക്കെ ടോർച്ചർ ചെയ്തിട്ടും ഞങ്ങളെ ഒന്നും ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ലേ? ആരെങ്കിലും നമ്മളോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നാണിക്കുന്ന തരത്തില് അവർക്ക് നല്ലത് ചെയ്യണമെന്നാ. എന്ന് പറഞ്ഞ അത് പഠിച്ചവർക്ക് മനസ്സിലാവും. അല്ല, അവള് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ മണ്ടനാണെന്നല്ലേ? അതിപ്പോഴാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ നിങ്ങൾ കാണുന്ന സന്തോഷ് മാധവൻ കേൾക്കുന്ന സന്തോഷ് മാധവനെക്കാളും ഒരു സൂപ്പർ സന്തോഷ് മാധവൻ ഉണ്ട്. അധികം വൈകാതെ നിങ്ങൾ എല്ലാവരും അത് കാണാൻ പോവല്ലേ? കാണിച്ചു തരാം. പ്രീതി, നീ ഇവിടെ വന്നിരിക്കുമ്പോൾ പറയണ്ടി. പ്രീതി, നിന്നെ ഞാനൊരു പ്രധാനപ്പെട്ട ജോലി ഏൽപ്പിക്കാന്ന് വിചാരിക്കുക. എന്ത് ജോലി ആന്റി? പറഞ്ഞു, ഞാൻ ചെയ്തോളാം. ഒരു 2 ആഴ്ച കഴിഞ്ഞ് നമ്മുടെ വീട്ടില് ഒരു പ്രധാനപ്പെട്ട വിശേഷം നടക്കാൻ പോവുക. അതിന് നീ വേണം മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. വിശേഷോ? എന്ത് വിശേഷ? വിശേഷം എന്ന് വെച്ചാ ഓണം, ദീപാവലി, വിഷു എന്നൊന്നും വിചാരിച്ചേക്കരുത്. 2 ആഴ്ച കഴിഞ്ഞ വിക്രമിന്റെ പിറന്നാള് വരാൻ പോവാ. സൂപ്പർ. വിക്രമിന്റെ ബർത്ത്ഡേ നമുക്ക് നല്ല ക്ലാസ് ആയി മാസായി ആഘോഷിക്കണം. നമ്മൾ ആഘോഷിക്കാന്നൊക്കെ വിചാരിക്കും, എന്നാ വിക്രം അതിന് തടസ്സം നിൽക്കുക.
എന്താ ആന്റി? വിക്രം സമ്മതിക്കില്ല എന്ന് പറയാൻ എന്താ ആന്റി കാരണം? വിക്രം അവന്റെ പിറന്നാൾ ആഘോഷിച്ചിട്ട് 8 വർഷത്തിലും മേലെയായി. എന്താ പറഞ്ഞേ? 8 വർഷോ? അതെന്താ ഇത്രയും കാലം ബർത്ത്ഡേ ആഘോഷിക്കാതിരുന്നേ? അത് വിക്രം ആ രാക്ഷസി വിജയലക്ഷ്മിയെ വിട്ടുപിരിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് അവൻ ഈ വക ചടങ്ങുകളൊന്നും ചെയ്യാറില്ല.